Good morning, dear children. In the previous class, we discussed about nature of economics and scope of managerial economics. Today, we are going to discuss a new topic relating to managerial economics, that is tools of managerial economics. Tools of managerial economics is also known as fundamental concepts of managerial economics and principles of managerial economics. മാനേജീരിയൽ എക്കണോമിക്സിന്റെ പ്രിൻസിപ്പിൾസ് ചോദിക്കുകയാണെങ്കിലും അതിന്റെ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ആണ് ചോദിക്കുന്നതെങ്കിലും ടൂൾസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ആണ് ചോദിക്കുന്നതെങ്കിലും നമ്മൾ ഒരേ ആൻസർ തന്നെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. സോ വാട്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓർ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്? ഡിസിഷൻ മേക്കിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ് എലമെന്റ് റിലേറ്റിംഗ് ടു എ ബിസിനസ്. നമ്മൾ എന്ത് ഒരു സാഹചര്യത്തിലായാലും പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക എന്ന് പറയുന്നത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ് ഇൻ ദ കേസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. സോ ഓൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ആർ റിലേറ്റിംഗ് ടു ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രിൻസിപ്പിൾസ് ആണ് മാനേജീരിയൽ എക്കണോമിക്സിന്റെ പ്രിൻസിപ്പിൾ. So we have to discuss about various principles of managerial economics. Principles of managerial economics is also called tools of managerial economics. Children, please note, tools of managerial economics is also called principles of managerial economics. It is also known as fundamental concepts of managerial economics. ഇതെല്ലാം തന്നെ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. സോ ബേസിക് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഇൻ ദ കേസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. ഹ്യൂമൻ ലൈഫ് ഇൻവോൾവ്സ് ഫുൾ ഓഫ് ചോയ്സസ്. നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്. ഏത് യൂസ് ചെയ്യണം, ഏത് യൂസ് ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. സോ സാക്രിഫൈസസ് ആർ ദ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് റിലേറ്റിംഗ് ടു ചോയ്സസ്. നമ്മൾ ചിലത് ആക്സെപ്റ്റ് ചെയ്യുന്നു, ചിലത് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, എനിക്ക് എക്സാമിനേഷന് പഠിക്കാൻ അതിയായ നിർബന്ധമുണ്ട്. അതായത് എനിക്ക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം, എനിക്ക് എക്സാം പാസ്സായിട്ട് നല്ല റിസൾട്ട് ഉണ്ടാവണം, അതിലൂടെ എനിക്കൊരു ജോലി നേടണം എന്നുള്ള ഒരു അതിയായ നിർബന്ധമുണ്ട്. അതുപോലെ അതേ സമയം എനിക്കൊരു ഫിലിം കാണാനും ആഗ്രഹമുണ്ട്. ഫിലിം കാണുക അത് ഒരു എന്റർടൈൻമെന്റ് ആണ്, എനിക്ക് മൈൻഡ് ഒരു റിഫ്രഷ്മെന്റ് തരുന്ന ഒരു എലമെന്റ് ആണ്. സോ ദർ ആർ ടു ചോയ്സസ് റിലേറ്റിംഗ് ടു മീ. വൺ ഇസ് മൈ സ്റ്റഡീസ് ആൻഡ് അനദർ വൺ ഇസ് മൈ എന്റർടൈൻമെന്റ്, ദാറ്റ് ഇസ് ഫിലിം. ഈ രണ്ടെണ്ണത്തിലും ഞാൻ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നു, അതായത് ഒന്ന് സാക്രിഫൈസ് ചെയ്യുന്നു, ഒന്ന് ഞാൻ എടുക്കുന്നു. പഠനം എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്, എന്റെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കുന്ന ഒരു ഘടകമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പഠനം അതായത് സ്റ്റഡീസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ആ 2 മണിക്കൂർ ഞാൻ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ദാറ്റ് ഇസ് മൈ ഡിസിഷൻ. ഐ ഹാവ് ടു സെലക്ട് മൈ സ്റ്റഡീസ്. ദെൻ അനദർ വൺ സൈഡ് ഇസ് മൈ എന്റർടൈൻമെന്റ് ടൈം. 2 മണിക്കൂർ ഞാൻ എന്റർടൈൻമെന്റിന് വേണ്ടി എനിക്ക് മൈൻഡ് റിഫ്രഷ് തരുന്നതാണ്, എനിക്ക് വളരെ റിലാക്സ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. ആ ടൈം ഞാൻ എന്ത് ചെയ്യുന്നു, അത് ഞാൻ ലീവ് ചെയ്യുന്നു. ആ ഒരു ചോയ്സ് ഞാൻ ലീവ് ചെയ്യുന്നു. അപ്പോൾ അതിലൂടെ എനിക്ക് എന്താ ചെയ്യുന്നത്, ഒന്ന് സാക്രിഫൈസ് ചെയ്യുന്നു, അനുയോജ്യമായ ഒന്ന് ഞാൻ തെരഞ്ഞെടുക്കുന്നു. സോ അവിടെ എനിക്ക് വരുന്ന നഷ്ടം, അതായത് എന്റർടൈൻമെന്റ് ഞാൻ ഒഴിവാക്കി, അവിടെ എനിക്ക് വരുന്ന നഷ്ടമാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതിൽ എനിക്ക് കിട്ടേണ്ടിയിരുന്ന റിഫ്രഷ്മെന്റ്, റിലാക്സേഷൻ, മെന്റൽ എന്റർടൈൻമെന്റ് ഒക്കെ എനിക്ക് ലോസ് ആണ്. ദാറ്റ് ഇസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്ന ഒരു ഡിസിഷൻ മേക്കിങ്ങിലാണ് ഞാൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണുന്നത്. സോ opportunity cost principle is mainly relating with business and it is taken at the time of decision making ilana nammal ee opportunity cost ne edukkunnathu. This is also known as sacrifice cost. Nammal onnu olivakkumbo undagunna cost koodeyana endu opportunity cost. So it can be defined as the cost for next best alternative. കുറെ ഓൾട്ടർനേറ്റീവിൽ നിന്ന് നമ്മൾ ബെസ്റ്റ് ഒന്ന് തെരഞ്ഞെടുക്കുന്നു, അതിലുണ്ടാകുന്ന നഷ്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. സംടൈംസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് ട്രാൻസ്ഫർ കോസ്റ്റ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ്. ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ ചില സമയങ്ങളിൽ നമ്മൾ എന്ത് വിളിക്കുന്നു, ട്രാൻസ്ഫർ കോസ്റ്റ് എന്നും ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് എന്നും വിളിക്കും.
So, opportunity cost is the cost for next best alternative. It is also known as transfer cost and alternative cost. The principle of opportunity cost are useful in managerial economics for making best decisions at proper time. The second principle of managerial economics is principle of incrementalism. What is principle of incrementalism? Two important incremental concepts applicable in the case of managerial economics. നമ്മൾ ഇൻക്രിമെന്റൽ പ്രിൻസിപ്പിൾ പറയുന്ന സമയത്ത് നമ്മൾ പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് രണ്ട് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻക്രിമെന്റൽ പ്രിൻസിപ്പിൾ വരുന്നത്. അപ്പം രണ്ട് കോൺസെപ്റ്റ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് റവന്യൂ ആൻഡ് അനദർ വൺ ഈസ് കോൺസെപ്റ്റ് ഓഫ് കോസ്റ്റ്. കോസ്റ്റും റവന്യൂമാണ് ഇൻക്രിമെന്റൽ പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട എലമെന്റ്സ്. When increasing the revenue and increasing the cost results in increasing the profit maximization or profit maximization. അതായത് നമ്മൾ റവന്യൂ എന്ന് പറഞ്ഞാൽ ഇൻകം, ഏർണിങ്സിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. റവന്യൂല് ഇൻക്രിമെന്റ് കൊടുക്കുക, അതേപോലെ കോസ്റ്റിൽ ഇൻക്രിമെന്റ്, കോസ്റ്റ് എക്സസ് ആക്കുക, അതിലൂടെ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കുക. അതാണ് ഇൻക്രിമെന്റൽ പ്രിൻസിപ്പിളുമായിട്ട് വരുന്ന റൂള്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഐഡിയ കിട്ടും. ഞാൻ പറഞ്ഞു ഇൻക്രിമെന്റൽ പ്രിൻസിപ്പിൾസിന്റെ രണ്ട് ബ്രാഞ്ചസ് ആണ് റവന്യൂ ആൻഡ് കോസ്റ്റ്. സോ റവന്യൂ ഇസ് ദ ഫസ്റ്റ് വൺ. റവന്യൂ ആൻഡ് കോസ്റ്റ് ആർ ദ ടു ബ്രാഞ്ചസ് ഓഫ് ഇൻക്രിമെന്റൽ പ്രിൻസിപ്പിൾ. ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇൻക്രിമെന്റൽ പ്രിൻസിപ്പിൾ വർക്ക് ഔട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻക്രീസ് ഇൻ ദ ടോട്ടൽ റവന്യൂ ഡ്യൂ ടു ദ ഡിസിഷൻ ടേക്കൺ ബൈ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തത് കാരണം ഇൻകത്തിൽ കൂടുതൽ ഉണ്ടാകുക, അതായത് ഇൻകത്തിൽ ഇൻക്രിമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റവന്യൂ കോൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. അതേപോലെ കോസ്റ്റിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ കോസ്റ്റില് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുക, അതായത് ഓർഗനൈസേഷൻ എടുത്ത ഏതോ ഒരു തീരുമാനം കാരണം കോസ്റ്റ് കൂടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, കോസ്റ്റ് കോൺസെപ്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഞാനൊരു ബിസിനസിന്റെ ഓണർ ആണെന്ന് വിചാരിക്കാം. ഐ എം എ ഓണർ ഓഫ് ദ ബിസിനസ്. എനിക്ക് മന്ത്ലി ഏർണിങ്സ് എന്ന് പറയുന്നത് 1 lakh rupees ആണ് മന്ത്ലി എനിക്ക് വരുമാനമുള്ളത്. അപ്പൊ ഒരു മാസം എനിക്ക് 1,00,000 രൂപ വരുമാനമുണ്ട്. എനിക്ക് ഒരു മാസം ചെലവാകുന്നത് 75,000 രൂപയാണ്. 75,000 rupees ആണ് എനിക്കൊരു മന്തിലുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഞാൻ നോർമൽ കേസിൽ 75 എക്സ്പെൻസസ് ആണ് മീറ്റ് ചെയ്യാറ്. 1 lakh എനിക്ക് എന്ത് കിട്ടാറുണ്ട്, മാസാമാസം ഏർണിങ്സ് ലഭിക്കാറുണ്ട്. എന്റെ ബിസിനസ്സിന്റെ കൺസൾട്ടൻസ് അല്ലെങ്കിൽ ഏജന്റ്സ് ഒരാള് എന്നോട് വന്ന് പറയുകയാണ്, നിങ്ങൾ ഒരു 10,000 രൂപ, അതായത് 10,000 rupees നിങ്ങൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെലവാക്കിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഏർണിങ്സ് നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ബിസിനസ്സിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറയുന്നു. അത് അനുസരിച്ച് ഞാൻ വിചാരിക്കുന്നു, എന്റെ ബിസിനസ് കുറച്ചുകൂടെ ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ഒരു 10,000 അഡ്വർടൈസ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ 10,000 rupees ആഡ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാനൊരു 10,000 rupees ഇവിടെ എന്ത് ചെയ്യുന്നു, സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ 10,000 എനിക്ക് എന്താണ്, അധിക ചെലവാണ്. അഡ്വർടൈസ്മെന്റിന് വേണ്ടി വരുന്ന എന്റെ അധികമുള്ള എക്സ്പെൻസ് ആണ് 10,000 rupees അല്ലെ. അപ്പൊ ഈ 10,000 rupees ആണ് ഇവിടെ എന്ത്, ഇൻക്രിമെന്റൽ കോസ്റ്റ്. അതാണ് എന്റെ ഇൻക്രിമെന്റൽ കോസ്റ്റ്. നോർമലി എനിക്ക് 75,000 കോസ്റ്റ് ഉണ്ടാവാറുള്ളൂ. ഇപ്പൊ ഞാൻ അഡ്വർടൈസ്മെന്റിന് വേണ്ടി എന്ത് ചെയ്തു, 10,000 rupees ചെലവാക്കി. അതാണ് എന്റെ ഇൻക്രിമെന്റൽ കോസ്റ്റ്. ഇങ്ങനെ ആഡ് ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞു, ഞാൻ ഒരു 1 month ശേഷം ഞാൻ എന്ത് ചെയ്തു, എന്റെ ബിസിനസിന്റെ പ്രോഗ്രസ് ഒക്കെ പരിശോധിക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഞാൻ ബിസിനസ്സിൽ എന്താണ് മാറ്റം എന്ന് കണ്ട്, എന്റെ സ്വന്തം ബിസിനസ് അല്ലേ, അപ്പൊ എന്തെങ്കിലും ഉയർച്ച വന്നിട്ടുണ്ടോ, എന്താണ് അവസ്ഥ എന്നുള്ളത് ഞാൻ പരിശോധിക്കുന്നു. പരിശോധിച്ച് നോക്കിയപ്പോ എനിക്ക് 25,000 അധികം ഏർണിങ്സ് കിട്ടിയിട്ടുണ്ട്. 25,000 രൂപ അധികം വരുമാനം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ 10,000 അഡ്വർടൈസ്മെന്റിന് ചെലവാക്കിയത് കൊണ്ടാണ് 25,000 എനിക്ക് എന്ത് വന്നത്, ഇൻക്രിമെന്റൽ റവന്യൂ വന്നിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ദ ടു കോൺസെപ്റ്റ് റിലേറ്റിംഗ് ടു managerial economics, incremental cost and incremental revenue. Okay. So this is the principle of incremental
cost and revenue, that is generally known as principles of incrementalism. പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെന്റലിസം ബിസിനസിന്റെ ഡിസിഷൻ മേക്കിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ബിസിനസിന്റെ വരവ് ചിലവിലുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെന്റലിസം എന്ന മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. Incremental principle is also applicable in the case of theory of decision making, theory of consumption, theory of production, theory of pricing. എല്ലാത്തിലും നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഇൻക്രിമെന്റൽ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. The third principle of managerial economics is principle of time perspective. Time plays a decisive role in economic theory. Time is most important element in the case of pricing, production, all aspects relating to business. So in managerial economics, principle of time perspective is necessary. Application of principle of time perspective is necessary. We have to apply proper time prospects relating to business. നമ്മുടെ ബിസിനസ്സിന്റെ എന്ത് ഘട്ടങ്ങളിലായിക്കോട്ടെ കൃത്യമായ ടൈം നമ്മൾ പാലിച്ചിരിക്കണം. അപ്പൊ ടൈമിംഗ്, ഡിസിഷൻ മേക്കിംഗിൽ ടൈമിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ്. വി ഹാവ് ടു ടേക്ക് പ്രോപ്പർ ഡിസിഷൻസ് അറ്റ് പ്രോപ്പർ ടൈം. ഇൻ മാനേജീരിയൽ എക്കണോമിക്സ്, the time period divided into very short run and long period. ഡിസിഷൻസ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മാനേജീരിയൽ എക്കണോമിക്സിനെ വെരി ഷോർട്ട് റൺ അതേപോലെ ലോങ് റൺ എന്നുള്ള രീതിയിൽ ടൈമിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് പ്രൈസ് സെറ്റ് ചെയ്യുന്നതും ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നതും. അത് നമ്മൾ കൂടുതൽ ക്ലാസ്സുകളിലേക്ക് പഠിക്കും. Then the fourth principle of managerial economics is principle of discounting. What is principle of discounting? Principle of discounting point out that uncertain future has no value. Principle of discounting പ്രധാനമായിട്ട് വരുന്നത് ടൈം പീരീഡ് തന്നെയാണ്. അതായത് പ്രസന്റ്ലി നമ്മുടെ കയ്യിലുള്ള ₹1, അതായത് ₹1 എന്റെ കയ്യിലുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അതിന് വാല്യൂ കുറഞ്ഞു പോകുന്നുണ്ട്. കാരണം ഇൻഫ്ലേഷൻ ആണ് അല്ലെ, മണി വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അൺസർട്ടൈൻ ഫ്യൂച്ചറിന് വാല്യൂ ഇല്ല എന്നുള്ള ഒരു പോയിന്റ് ആണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതിൽ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. അതായത് 1 bird in my hand is always better than 2 birds in bushes. നമ്മൾ പുറത്ത് കാണുന്ന 2 ബേർഡ്സിനേക്കാളും നല്ലത്, അല്ലെങ്കിൽ പറന്നു പോകുന്ന അല്ലെങ്കിൽ ചെടിയിൽ കാണുന്ന 2 ബേർഡ്സിനേക്കാളും നമുക്ക് എപ്പോഴും വാല്യൂ ഉള്ളത് 1 bird in my hand, എന്റെ കയ്യിലുള്ള ഒരു പക്ഷിയാണ്. അതായത് നമ്മളെ കയ്യിലുള്ളതാണ്. നമുക്കിപ്പോ ₹100 ആരെങ്കിലും ഫ്യൂച്ചറിൽ തരും എന്ന് പറയുന്നതോ ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിൽ ₹1 ഉള്ളതാണോ ബെറ്റർ? നമ്മുടെ കയ്യിൽ പ്രസന്റിലി ഉള്ളതാണ്. അപ്പൊ ആ ഒരു വാല്യൂ, അതായത് പ്രസന്റിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഒന്ന് കിട്ടും എന്ന് പറയുന്നതും പ്രസന്റിൽ നമ്മുടെ കയ്യിൽ ഒന്നുണ്ട് എന്ന് പറയുന്നതും അതിന് വാല്യൂവിൽ കമ്പാരറ്റീവ്ലി എന്തുണ്ട്? വ്യത്യാസമുണ്ട്. സോ പ്രസന്റ് ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ഫ്യൂച്ചർ ഇൻ ദ കേസ് ഓഫ് മണി വാല്യൂവിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെ എക്കണോമിക് ബേസിസിൽ ബിസിനസ് ബേസിസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ ഇസ് ഓൾവേസ് അൺസർട്ടൈൻ. ദാറ്റ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്. Discounting principles are very useful in business for taking capital budgeting related decisions. ബിസിനസിന്റെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ്. അവിടെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. Then the fifth principle of managerial economics is equimarginal principle. What is equimarginal? Equimarginal principle എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? This is widely used method or principle of managerial economics. So it is also known as principle of maximum satisfaction. Principle of maximum satisfaction is the another name of equimarginal principles in managerial economics. This method mainly focus on getting maximum output from all inputs of the firm. ഒരു ഫേമിലുള്ള ഇൻപുട്ടുകളിൽ നിന്ന്, അതായത് ലേബർ ഒരു ഇൻപുട്ടാണ്, മെറ്റീരിയൽ ഒരു ഇൻപുട്ടാണ്, ആ ഇൻപുട്ടിൽ നിന്നൊക്കെ നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഫങ്ഷൻ ചെയ്യിക്കുക എന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് exploitation of all available inputs, maximum exploitation of all available inputs in an organization. ഒരു സ്ഥാപനത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്സിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ്
ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് ബെറ്റർ ഫോർ അറ്റൈനിങ് ദ ടാസ്ക് ഓഫ് ഓർഗനൈസേഷൻ. നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റി ആണ് നമുക്ക് അതിലൂടെ സാധിക്കുന്നത്. So these are the main principles or tools or fundamental concepts relating to managerial economics. Principle of opportunity cost, principle of incrementalism, principle of time perspective, principle of discounting and equi-marginal principles. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. അതായത് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെന്റലിസം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെന്റലിസത്തിൽ നമ്മൾ പറഞ്ഞത് ഓർഗനൈസേഷന്റെ ഏതെങ്കിലും ഡിസിഷൻ കാരണം ബിസിനസിന്റെ റവന്യൂ അല്ലെങ്കിൽ കോസ്റ്റിൽ ഇൻക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ അതാണ് നമ്മളെ ഇൻക്രിമെന്റലിസം എന്ന പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then principle of time perspective എന്ന് വെച്ചാൽ time is important element relating to taking each and every decision relating to business. And the fourth one, principle of discounting. Principle of discounting എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് has uncertain value. ഫ്യൂച്ചറിന് uncertain value ആണ് ഉള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. Last one, equi-marginal principle. Equi-marginal principle means maximum exploitation of inputs. So children, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് various principles or tools relating to managerial economics. Okay, thank you.